അത് ചിലപ്പോൾ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. അത് ഒരിക്കലും നിങ്ങൾ അത് ഉൾക്കൊണ്ടിട്ട് എനിക്കും ഇതുപോലെ വരും എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ ലൈഫിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വർഷമാണ്. ജർമ്മൻ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നാട്ടിലുള്ളതും കൂടെ ഈ വെപ്രാളത്തിന്റെ പുറത്ത് പോയെന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് തന്നെ നമുക്ക് ആകെ ഒരു പുകയാ, എന്താ ഇവര് പറയണെന്ന് പകുതി മനസ്സിലാവത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മനസ്സിലാവണില്ല ഇവരെന്താ ഈ പഠിപ്പിക്കണേന്ന്. എന്നെ കംപ്ലീറ്റ്ലി തകർത്ത ഒരു കാര്യമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസീവായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു നരകമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവിടെ തൊട്ട് എൻ്റെ കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. നമ്മളെ മാത്രം ഒറ്റപ്പെടുത്തുക, നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളെ ഓരോന്ന് പറയുക. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണെന്ന്. പക്ഷെ ഇവിടെ എല്ലാവരും അങ്ങനെയല്ല. ഞാൻ പല പ്രാവശ്യം ഇതിനോടിടയ്ക്ക് കംപ്ലൈൻറ്റ്സ് ഞാൻ ചെയ്തു. അവർ കൂടെ നിർത്തി അവരുടെ സ്വന്തം ലാംഗ്വേജിൽ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നും കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം നമുക്ക് വരും. അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുള്ളത്, എന്തിനാ ഈ മലയാളികളെല്ലാം ഇങ്ങനെ ഈ ഓൾഡ് ഏജ് ഹോമിലോട്ട് ഓടി ഓടി പോകുന്നതെന്ന്. പ്രാവശ്യം എന്ത് സപ്പോർട്ടാണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പോലും അവരുടെ ആ ഒരു സപ്പോർട്ടും ആ ഒരു സ്നേഹവും കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് കിട്ടും. വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസായി. ഞാൻ ഫിസിക്കലി മെന്റലി ഞാൻ വീക്കായി. എൻ്റെ ലൈഫിൽ ഈ കഴിഞ്ഞു പോയ ഒരു വർഷം ഞാൻ ഒരിക്കലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു വർഷമായിരുന്നു. ആൻസർ പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലേലും കുറ്റം. ഈ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും ഇന്ന് സക്സസ്സിലേക്ക് എത്തിയത് എന്നുള്ള റിയാലിറ്റി മാത്രമേ നിങ്ങൾ ഉൾക്കൊള്ളാവുള്ളൂ. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഒരു വർഷത്തെ പരിശ്രമത്തിനും കഷ്ടപ്പാടിനും ഒക്കെ ഒടുവിൽ നമുക്ക് നമ്മുടെ ഓർക്കുണ്ടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓർക്കുണ്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജർമ്മൻ നഴ്സിംഗ് ലൈസൻസ് നമുക്ക് കയ്യിൽ കിട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ആ എക്സാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഒരു വർഷം എടുക്കുന്ന ഒരു ലോങ് ജേർണി ആയിരുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. സന്തോഷം എന്ന് പറയാനായിട്ട് അത്ര പറയുന്ന മൊമെന്റ്സ് ഒന്നും എനിക്ക് ഓർമ്മയിലില്ല സത്യം പറഞ്ഞാൽ. നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എൻ്റെ ആ ഒരു വർഷത്തെ ആ ഒരു ജേർണി എങ്ങനെയൊക്കെ ആയിരുന്നു, അതുപോലെ തന്നെ ഇപ്പം എനിക്കുണ്ടാകുന്ന ആ ഒരു ഫീല്, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതി. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു എക്സാം പാസ്സായതിനു ശേഷം എനിക്ക് ഏകദേശം ഒരു 1.5 മാസത്തോളം എടുത്തു ഈ ഒരു ഓർക്കുണ്ടെ കയ്യിൽ കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു 1.5 മാസം മുകളിലെടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പേപ്പർ വർക്കുകളുണ്ട് എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ എക്സാം കംപ്ലീറ്റ് ചെയ്തത് മാർച്ച് 9-ാം തീയതിയാണ്. 2024 മാർച്ച് 9-നായിരുന്നു എൻ്റെ എക്സാം, ഫൈനൽ എക്സാം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ ഓർക്കുണ്ടെ അല്ലെങ്കിൽ ഈ ഒരു ലൈസൻസ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് പേപ്പർ വർക്കുകൾ കൂടി ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ബെട്രി ബർസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടറിൻ്റെ അടുക്കൽ നിന്ന് നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിക്കണം. അത് ഹോസ്പിറ്റലുകാർ തന്നെ വിളിച്ച് പറഞ്ഞ് റെഡിയാക്കുമായിരുന്നു. ഞങ്ങൾ ചെന്ന് കളക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റാത്ത് ഹൗസ് നമ്മൾ സിറ്റി രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന ഉമ്മൽഡൻ ഒക്കെ ചെയ്യാൻ പോകുമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. ആ ഒരു റാത്ത് ഹൗസ് ആദ്യം വരുമ്പോൾ നമ്മൾ അവസാന ഹോട്ടലാണ് ചെയ്തത്. ഞാൻ അവിടെയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ രണ്ടാമത് ഉമ്മൽഡൻ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഒരിടത്തുനിന്ന് വേറെ ഇടത്തോട്ട് മാറുന്ന സമയത്ത് റാത്ത് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ പോയി ചെയ്തത്. അപ്പം അവിടുന്ന് നമുക്ക് ഒരു ടെർമിൻ എടുക്കണം. അപ്പോൾ ഈ ഒരു സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് റാത്ത് ഹൗസിൽ ടെർമിൻ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോയിൻമെൻറ്റ് എടുക്കാതെ ഇവിടെ ഒരു കാര്യം നടക്കത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു നിയറസ്റ്റ് റാത്ത് ഹൗസിൽ, ഒത്തിരി റാത്ത് ഹൗസ് ഉണ്ട് നമുക്കിവിടെ അടുത്തടുത്തായിട്ട്. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ളവരടുത്ത് ഞാൻ ടെർമിൻ എടുത്തു, അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം അവിടെ ചെന്നിട്ട് നമുക്ക് പോലീസ് ക്ലിയറൻസ് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മുടെ പാസ്പോർട്ടും വിസയും കയ്യിൽ കരുതണം. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ എടുത്തോളാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ബെട്രി ബർസ്റ്റിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റില്ലേ അതും കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 12 യൂറോ ബാർഗൽഡ് ആയിട്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നു. ബാർഗൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്ന, ബാർഗൽഡ് എന്നാണ് ജർമ്മനി പറയുക, പൈസയായിട്ട് തന്നെ കൊടുക്കേണ്ട വന്നു 12 യൂറോ. അങ്ങനെ അതും അടച്ച് അവിടെ നിന്ന് നമുക്ക് പോലീസ് ക്ലിയറൻസ് ആ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടും. അപ്പം തന്നെ കിട്ടി കേട്ടോ.
അപ്പോൾ തന്നെ കിട്ടി. അങ്ങനെ അതും ഈ ഒരു ബെറ്ററി ബസ്റ്റിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൂടെ അതിനോടൊപ്പം നമുക്ക് ആദ്യം നമ്മളിവിടെ നേഴ്സിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ബെഷൈഡ് വരുമല്ലോ. ആ ബെഷൈഡ് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി വിസ പ്രോസസ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബെഷൈഡ് ഡെഫിസിറ്റ് ബെഷൈഡ് ആണല്ലോ, അതിനകത്താണല്ലോ നമ്മൾ ഇത്ര മണിക്കൂർ ചെയ്യണം എന്നുള്ള. കാരണം നമ്മൾ ഫുൾ അക്സെപ്റ്റൻസ് ആയിരുന്നില്ല, ഹാഫ് അക്സെപ്റ്റൻസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെഷൈഡാണ് ഡെഫിസിറ്റ് ബെഷൈഡ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഡെഫിസിറ്റ് അവേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എക്സാം നമ്മൾ പാസ്സായി. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ ബെഷൈഡ് വരണം. അപ്പോൾ ആ ഒരു ബെഷൈഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുണ്ടസ്അഗന്റൂർ ഫുർ അർബൈറ്റി എന്നാണ് നമുക്ക് ആ ഒരു ബെഷൈഡ് വരുന്നത്. അപ്പോൾ ആ ഒരു ബെഷൈഡ് വരണമായിരുന്നു. ആ ബെഷൈഡ് അങ്ങനെ ഞങ്ങൾക്ക് വന്നു. അതും കൂടെ വന്ന് ഈ 3 കാര്യങ്ങളൂടെ, അതായത് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പോലീസ് ക്ലിയറൻസും ഈ ഒരു പുതിയ ബെഷൈഡും കൂടെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു. ഹോസ്പിറ്റലിൽ മെയിൽ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലുകാർ തന്നെയാണ് നമുക്ക് ഗസൂണ്ടാമിറ്റിയിൽ നിന്ന് ഒരു അപ്പോയിൻമെൻറ്റ് അറേഞ്ച് ചെയ്തത്. ഗസൂണ്ടാമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ, അതാണ് ഗസൂണ്ടാമിറ്റ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് ആൾക്കാർ നമ്മൾ ഈ ഒരു ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുമായിട്ട് നമ്മൾ ഗസൂണ്ടാമിറ്റിയിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ അവർ തന്നെ അവിടെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് റെഡിയാക്കിയിട്ട് അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലുകാർക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തപ്പോൾ അവരങ്ങനെ ഒരു ഏപ്രിൽ എന്താ പറയുന്ന ഒരു 24 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അയ്യോ, എനിക്ക് ഡേറ്റ് എല്ലാം കൂടെ ഓർമ്മ കിട്ടണില്ല. എനിവേ ഏപ്രിൽ ലാസ്റ്റ് ആയിട്ട് 24 തന്നെയാണ്. ഏപ്രിൽ 24 ഞങ്ങൾക്ക് അങ്ങനെ ഗസൂണ്ടാമിറ്റിയിൽ നിന്ന് ഒരു ടെർമിൻ കിട്ടി, അപ്പോയിൻമെൻറ്റ് കിട്ടി ഈ ഒരു ഓർക്കുണ്ടയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഗസൂണ്ടാമിറ്റിയിൽ നിന്ന് ആൾ വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞാൽ ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, അത് നമ്മൾ അതുപോലെ പോലീസ് ക്ലിയറൻസിൻ്റെ ആ കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കയ്യിൽ കരുതണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് അവിടെ ചെന്നു. 60 യൂറോ ബാർഗൽഡും നമ്മൾ കൊണ്ടുപോകണം ഈ ഒരു ഓർക്കുണ്ട് കിട്ടുന്ന സമയത്ത്. അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ അതോറിറ്റിയുടെ ഹെഡും അതുപോലെ തന്നെ ഈ ഒരു ഗസൂണ്ടാമിറ്റിയിൽ നിന്ന് വന്ന ഒരു മേഡം ഉണ്ടായിരുന്നു. അവരുമായിട്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്. അല്ലാതൊരു നമ്മുടെ എന്താ പറയുന്നത് എൻഡ് ഗഷ്പ്രാഹ് എന്നാണ് അവർ പറഞ്ഞത്, അതായത് ലാസ്റ്റ് കോൺവെർസേഷൻ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്കൊന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ അതിലവർ കാര്യമായിട്ട് നമ്മളെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ചെന്ന ഉടനെ ജസ്റ്റ് എന്നോട് പറഞ്ഞു, നിന്നെക്കുറിച്ചൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം നിൻ്റെ ഹോസ്പിറ്റലുകാർക്ക് നിന്നെക്കുറിച്ച് അറിയാം, എനിക്ക് നിന്നെക്കുറിച്ച് അറിയില്ലല്ലോ, നിന്നെക്കുറിച്ചൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പേരും ഡീറ്റെയിൽസും അതുപോലെ എന്താ പഠിച്ചത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഞാൻ മാരീഡ് ആണ്, എത്ര കുട്ടികളുണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് ചോദിച്ചു, ഇവിടെ നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ന്യൂറോളജിയിലാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ എന്ത് ചോദിച്ചു, നീ അവിടെ സാറ്റിസ്ഫൈഡ് ആണോ, നിനക്ക് ഇത് വാർഡ് മാറേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്, എൻ്റെ വാർഡിൽ ഞാൻ ഓക്കെ ആണ്, എനിക്കിപ്പോൾ ഉടനെ അവിടുന്ന് മാറണം എന്നൊന്നും ആഗ്രഹമില്ല, അവിടെ നല്ലൊരു ടീം വർക്കാണ്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഹസ്ബൻഡ് ഇങ്ങോട്ട് വരുമോ, മക്കളിപ്പോൾ എവിടെയാ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാട്ടിലാണ്. ആരാണ് ടേക്ക് കെയർ ചെയ്യുന്നത്? ഇപ്പോൾ പേരൻസ് ആണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അതുപോലെ ഹസ്ബൻഡ് ഒമാനിലാണെന്ന് ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരുമോ, പുള്ളി ലാംഗ്വേജ് പഠിക്കുന്നുണ്ടോ, ഇവിടെ വന്ന് സെറ്റിൽ ആക്കാൻ ഓക്കെ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് ആയിരുന്നു. അവർ ഓൾറെഡി ഓർക്കുണ്ടി ആയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മുടെ ഓർക്കുണ്ടി തന്നു. അങ്ങനെ എന്താ പറയുന്നത്, അതൊരു ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയായിരുന്നു ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു 1 ഇയറിലെ ഒരു ജേർണി എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ തുറന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടഫായിരുന്നു. ഞാനിപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. അങ്ങനെയൊന്നും തള്ളാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോ കൂടെ അങ്ങനെ തള്ളലൊന്നും നടത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇവിടെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതാണ് ഞാൻ എപ്പോഴും വീഡിയോയിലൂടെ പറയാറ് കേട്ടോ. അത് ചിലപ്പോൾ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. അത് ഒരിക്കലും നിങ്ങൾ അത് ഉൾക്കൊണ്ടിട്ട് എനിക്കും ഇതുപോലെ വരും എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. എല്ലാവർക്കും ഇതുപോലെ വരണമെന്നൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഞാൻ ലൈഫിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വർഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലിയെ വിട്ടിട്ട് ഇങ്ങനെ, എൻ്റെ ഹസ്ബൻഡിനെ ആയാലും കുഞ്ഞുങ്ങളെ ആയാലും വിട്ടിട്ട് ഇങ്ങനെ ഇത്ര ദൂരെ മാറി നിൽക്കുന്നത്, ഇത്രയും നാള് മാറി നിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് തന്നെ ആയിരിക്കാം മറ്റുള്ള നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം ആ ഒരു എന്താ പറയുന്നത് ബേസിക് റീസൺ. കാരണം ഒരു ഒറ്റപ്പെടൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു, ഭയങ്കര ഒരു ഒറ്റപ്പെടൽ. കാരണം ഞാനിവിടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ഏജൻസി വഴിയാണ് വന്നത്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് വരാനായിട്ട്. കൂടെ പോലും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല എനിക്ക് കൂടെ വരാനായിട്ട്.
അപ്പോൾ എന്നെ കൊണ്ടുവന്ന് അവരിവിടെ കൊണ്ടുവന്ന് ആദ്യത്തെ ദിവസം ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷനിൽ കൊണ്ടാക്കി. എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് അവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഇത്രയും നാൾ ചേട്ടയാണ് എല്ലാ കാര്യവും എനിക്ക് ചെയ്തു തരാറ്. ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. പെരക്കകത്ത് മാത്രം ഇരിക്കുന്ന എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ എനിക്കൊരു ഹീറ്റർ പോലും ഇവിടെ ഓൺ ആക്കാൻ അറിയില്ലായിരുന്നു. ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. അത് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും വന്നാൽ ഒമാനിൽ ഹീറ്റർ ഇല്ലേന്ന്. പക്ഷെ അവിടുത്തെ പോലെ അല്ല, ഇവിടെ കുറേ കൂടെ വ്യത്യാസമാണ് ഹീറ്ററും കാര്യങ്ങളും ഒക്കെ. മീൻസ് ഞാൻ ഉദ്ദേശിച്ച വാട്ടർ ഹീറ്ററാണ് കേട്ടോ. മറ്റേ ഹീറ്റർ റൂം ഹീറ്റ് ചെയ്യുന്ന സാധനം അവിടെ ഇല്ലല്ലോ. അവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവിടെ AC അല്ലേ ഉള്ളൂ, അതില്ലല്ലോ. അപ്പം ഇതൊന്നും എനിക്ക് ഓൺ ആക്കാൻ ഒന്നും അറിയത്തില്ല, ആരോടും ചോദിക്കാനും ഇല്ല. ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ച് ചേട്ടായോട് ചോദിക്കും, ചേട്ടാ ഇത് എങ്ങനെയാണെന്നൊന്ന് പറയട്ടെ, ഇത് ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് പറ. 2 ദിവസം എനിക്ക് വാട്ടർ ഹീറ്റർ ഓൺ ആക്കാൻ അറിയാഞ്ഞിട്ട് ഞാൻ ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചു 2 ദിവസം. ബാത്റൂമിലേക്ക് കയറിയപ്പോൾ ടോയ്ലറ്റിലാണെങ്കിൽ മറ്റേ പൈപ്പില്ലെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുന്നത്, ആകെ ഒരു ഇതായി. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഓരോ അവിടുത്തെ എന്താണ് പറയുന്നത്, കിച്ചണിൽ ചെന്നപ്പോഴത്തേക്കിനും എനിക്ക് അവിടുത്തെ ആ ഒരു സ്റ്റൗവും കാര്യങ്ങളും ഒന്നും ഓണാക്കാൻ അറിയത്തില്ല. അവർ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീനോ കാര്യങ്ങളോ ഓണാക്കാൻ എനിക്കതൊന്നും അറിയില്ല, നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കും പിന്നെ വെറുതെ തള്ളിയതാണെന്ന് ചില ആൾക്കാർ പറയും. പക്ഷേ ഇതൊന്നും തുറന്നു പറയാൻ ചില ആൾക്കാർ മനസ്സ് കാണിക്കത്തില്ല. അതുകൊണ്ടാണ് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ നിങ്ങളൊരു ലോക്കലായിട്ട് കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇതറിയില്ലായിരുന്നു, അതായിരുന്നു റിയാലിറ്റി. എനിക്ക് ചോദിക്കാനും ആരുമില്ല. അതാണ് ഞാൻ ആ ഒരു ഹോസ്റ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്ന എൻ്റെ മനസ്സിലെ ധാരണ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നാലും ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഇൻ്റർവ്യൂ പാനലിൽ ഒരു മലയാളി ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ അവരോടൊക്കെ ചോദിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് കിട്ടിയപ്പോൾ തന്നെ ഏകദേശം ഒരു 2-3 ആഴ്ചയായി. കാരണം അവരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു വാർഡിൽ നിന്ന് അപ്പുറത്തെ വാർഡിലുള്ളവരെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ വർത്താനം പറയാൻ ചെല്ലുകയൊക്കെ ചെയ്യുന്ന പോലെയൊന്നും അല്ല. ഇവിടെ നമ്മുടെ വാർഡിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ആവശ്യത്തിന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട. കാരണം ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഡിവൈസസ് ഉണ്ട്. അതുവഴിയാണ് എല്ലാ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വാർഡിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കിട്ടുന്നില്ല. പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞാണ് റിയലൈസ് ചെയ്യുന്നത് ഇവിടെ മലയാളികൾ ഇല്ല, കുറവാണ് എന്നുള്ളത്. കാരണം ഞാനും കൂടെ വരുമ്പോൾ ഇവിടെ എന്നെ കൂടെ കൂട്ടി 4 മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചേച്ചി ഇവിടെ ഒരുപാട് നാളായതായിരുന്നു. ബാക്കി 2 പേര് 2 വർഷം 1 വർഷമൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് മാസങ്ങളൊക്കെ ആയവരൊക്കെ ആയിരുന്നു. പക്ഷെ അവരെയൊക്കെ ഞാൻ പരിചയപ്പെട്ട് കണ്ടൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് സമയമായി. അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് നിന്നത്. എനിക്ക് ഒരു കട എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ ദൈവാധീനത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കടയൊക്കെ അടുത്തുണ്ട്, പക്ഷേ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനെല്ലാം തന്നെ വെളിയിൽ ഇറങ്ങി നടന്ന് തപ്പി കണ്ടുപിടിക്കുമായിരുന്നു ഓരോ കാര്യങ്ങളും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ. അപ്പോൾ പിന്നെ വെളിയിലിറങ്ങി നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ വെളിയിലിറങ്ങി ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ മലയാളികളൊന്നും അവിടെ ഇല്ല. എല്ലാം വെളിയിലത്തെ ആൾക്കാരാണ്. അവരുടെ ഭാഷ എനിക്കും അറിയത്തില്ല, എൻ്റെ ഭാഷ അവർക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ കോമൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് പിന്നെ ജർമ്മൻ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നാട്ടിലുള്ളതും കൂടെ ഈ വെപ്രാളത്തിൻ്റെ പുറത്ത് പോയെന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം എനിക്ക് ആദ്യമായിട്ട് ജർമ്മൻ ഇങ്ങനെ ഡയറക്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. പൊതുവേ എനിക്ക് ഹ്യോറൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജർമ്മൻ ലിസണിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടിട്ടെ. ബാക്കിയുള്ളതൊക്കെ പിന്നെ വായിക്കുന്നതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം കിട്ടുമല്ലോ. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അപ്പം തന്നെ പിക്ക് ചെയ്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണമല്ലോ, എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. പക്ഷെ അതെനിക്ക് കുറച്ച് പുറമോട്ടായിരുന്നു അന്നും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഞാൻ പെരക്കകത്ത് തന്നെ ഇരിപ്പായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. വണ്ടിയിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആദ്യമായിട്ട് ട്രെയിനിലൊക്കെ കയറാനായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ കയറിക്കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റ് സ്ഥലത്ത് തിരിച്ചു വരുമോ, ഞാൻ എങ്ങനെ തിരിച്ചു വരും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. വണ്ടിക്കെല്ലാം പേരും എന്താ പറയുന്നത് സ്ഥലമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്കറിയത്തില്ല നമ്പറുകളോ, ഇതെല്ലാം ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേകം DB എന്ന് പറയുന്ന ആപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ ഞാൻ പോയാൽ ഞാൻ എങ്ങനെ തിരിച്ചു വരും, എനിക്ക് വഴി തെറ്റിയാലോ, എനിക്കറിയത്തില്ല എന്തൊക്കെ ടെൻഷനാണെന്ന്. അങ്ങനെ പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ ആരുടെയും ഒക്കെ, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഹോസ്റ്റലിൽ കുറച്ച് മലയാളി പിള്ളേർ വന്നു. അപ്പോൾ അവർ അവിടെ നേഴ്സിംഗ് പഠിക്കുന്നതാണ്, വേറെ സ്ഥലത്താണ് നേഴ്സിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവരിവിടെ വന്നതാണ്. അപ്പോൾ അവരിവിടെ ഇടയ്ക്ക് കുറച്ച് നാൾ ഉണ്ടാവും, ഇടയ്ക്ക് വേറെ സ്ഥലത്തേക്ക് പോകും, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അവരാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. സ്റ്റുഡൻസ് അവരുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അവരുമായിട്ടൊക്കെ പുറത്തൊക്കെ പോകുന്നത്. അവർ വന്നപ്പോഴാണ് ശരിക്കും എനിക്കൊരു ആഴ്ച കിട്ടിയത്. കാരണം എനിക്കൊരു സമാധാനം കിട്ടിയത്, എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു
സമാധാനം എനിക്ക് കിട്ടിയത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവരാണ് പിന്നെ ഓരോ കാര്യങ്ങൾക്കും എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇവൻ നാട്ടിലേക്ക് പൈസ അയക്കുന്ന കാര്യങ്ങൾക്കായാലും മറ്റുള്ള എന്ത് കാര്യത്തിലായാലും എനിക്ക് ചോദിക്കാനായിട്ട് അവരേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ട്രാവലിംഗ് ഒക്കെ ആദ്യമൊക്കെ ചെയ്തത് അവരുടെ കൂടെയൊക്കെയാണ്. ഞാൻ ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. പിന്നെയാണ് ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ധൈര്യമൊക്കെ തന്നത് ആ പിള്ളേരാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നാൾ അവരുണ്ടായിരുന്നു. അവർ പിന്നെ ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് വരും, അങ്ങനെയാണ്. അവർ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന മലയാളി സ്റ്റാഫിനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ. പക്ഷെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാലും അവരുമായിട്ട് നമുക്ക് ഡെയിലി കാണാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയോ, നമ്മൾ ചിലപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒന്നിച്ച് ചിലപ്പോൾ കയറാൻ നേരത്തെ ചിലപ്പം ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോകുന്ന സമയത്ത് ആ ഏരിയയിൽ വെച്ച് കാണുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പഞ്ച് ചെയ്യുന്ന അവിടെ വെച്ച് കാണുമായിരിക്കും. അങ്ങനത്തെ ഒരു കാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ആദ്യം ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഞാൻ ENTയിലാണ് വർക്ക് ചെയ്തത്. ഒരാഴ്ചയെ വർക്ക് ചെയ്തുള്ളൂ കേട്ടോ ENTയിൽ. ENTയും അതുപോലെ തന്നെ ഷ്മേഴ്സൺ പെയിൻ്റെയും കൂടെ വാർഡായിരുന്നു. അവിടെ എനിക്ക് ഒരാഴ്ച വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു മലയാളി, ഞാൻ ചെന്നപ്പോഴേ ഒരു മലയാളി ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര ഒരു പേടിയും വെപ്രാളവും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അനർക്കനുങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അത് വലിയൊരു ട്രാജഡി ആയിരുന്നു. കാരണം അടുത്ത ബാച്ച് തുടങ്ങിയപ്പോൾ അവരെന്നെ, ഞാൻ B2 കംപ്ലീറ്റ് ചെയ്താണല്ലോ എന്ന് പറഞ്ഞ് എന്നെ ക്ലാസ്സിലിട്ടതാണ്. ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ജർമ്മനല്ലേ നമ്മൾ പഠിച്ചിട്ട് വരുന്നത്. അപ്പം നമുക്കിവിടെ വരുമ്പോഴത്തേക്കിന് ഈ മെഡിക്കൽ ജർമ്മൻ ഒന്നും നമുക്ക് അറിയത്തില്ല. ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് തന്നെ നമുക്ക് ആകെ ഒരു പുകയാണ്. എന്താ ഇവർ പറയണതെന്ന് പകുതി മനസ്സിലാവത്തില്ല. ആകെ പകുതി എന്നല്ല, നമുക്കൊന്നും മനസ്സിലാവില്ല. അതാണ് റിയാലിറ്റി. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിലായില്ല എന്ന് പറയാനായിട്ട് ഒരു മടി. കാരണം നമ്മൾ യാ വെച്ചോണ്ടിരിക്കും. ഇവർ പോയി കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ ഇതെന്താ ഈ പറഞ്ഞതെന്ന് ഓർത്തിട്ട് നമ്മൾ വെപ്രാളം പിടിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വഴക്ക് കേൾക്കും കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എന്തിനാണ് മനസ്സിലായ പോലെ യാ വെച്ചിട്ട് പോകുന്നത് എന്നുള്ളത് ചോദിക്കും. പക്ഷെ അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ അറിയില്ല. എപ്പോഴും മനസ്സിലായില്ല എന്ന് പറയുന്നത് നമുക്കൊരു നാണക്കേട് പോലെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, യാ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വെള്ളം ഇറക്കുന്ന കാണുമ്പോൾ തന്നെ അവർ വന്നിട്ട് നമ്മളെ ബാക്കി കൂടെ പറഞ്ഞിട്ട് വഴക്ക് പറയും. അങ്ങനെയാണ് ആദ്യമൊക്കെ. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസം വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ENT നിന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മനസ്സിലാവണില്ല ഇവരെന്താ ഈ പഠിപ്പിക്കണേന്ന്. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ മനസ്സിലായ കാര്യങ്ങൾ പോലും എനിക്കൊന്നും പറയാൻ പറ്റണില്ല. അപ്പം നമുക്കത് പറയണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനാണെങ്കിൽ പറയാം. പക്ഷെ ജർമ്മനി പറയാൻ നമുക്ക് അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ നമ്മളോട് തന്നെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറയാൻ വേണ്ടിയാണ് അവർ പ്രഷർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഇത് നമ്മളെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. കാരണം എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മാത്രം മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അവർ നമ്മളെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്കൊരു പേടി പോലെയാണ് ക്ലാസ്സിലിരിക്കാനായിട്ട്. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നായി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നെ ഞാൻ 1 മാസം ക്ലാസ്സിലിരുന്നു. അതിനോടിടയ്ക്ക് 2 വട്ടം എന്നെ പേഴ്സണലി കൊണ്ടുപോയി അവർ എന്താണ് പറയുന്നത്, ഒരു എക്സാം പോലെ അവർ കണ്ടക്ട് ചെയ്തു. അതായത് ഞാൻ B2 കംപ്ലീറ്റ് ചെയ്തോ എന്ന് കൺഫേം ആക്കാനായിട്ട്. അപ്പോൾ പേഴ്സണലി എന്നെ വിളിച്ചോണ്ട് പോയി എന്നെ ആണെങ്കിൽ പേഴ്സണലി നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ പോലത്തെ സംഗതികളൊക്കെ തന്നിട്ട് അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യാനും ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുപോയി ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ടെൻഷൻ നിങ്ങൾ ഓർത്തി. ആ ഒരു ടെൻഷൻ്റെ പുറത്ത് അറിയാവുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ചിലപ്പോൾ തെറ്റിക്കും. അപ്പോൾ ഞാനും ഭയങ്കര നെർവസ് ആയിരുന്നു. ഞാനും എന്തൊക്കെയോ തെറ്റുകൾ ഞാൻ അറിയാവുന്നത് വരെ ഞാൻ തെറ്റിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, അവർ പറഞ്ഞു നിനക്ക് ഒട്ടും മനസ്സിലാവണില്ല, ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒരു കാര്യം ചെയ്യുന്ന നിൻ്റെ പ്രാക്ടിക്കൽ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് പ്രാക്ടിക്കൽ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അടുത്ത ബാച്ചിൻ്റെ കൂടെ തിയറി ക്ലാസ്സിന് ചേരാമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, അതൊരു നല്ല കാര്യമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഭയങ്കര എന്നെ കംപ്ലീറ്റ്ലി തകർത്ത ഒരു കാര്യമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസീവായി ആ ഒരു സിറ്റുവേഷൻ. കാരണം ക്ലാസ്സിൽ ഇരുത്തിയിട്ട് മാറ്റുക എന്ന് പറഞ്ഞപ്പോൾ 6 മാസം കൊണ്ട് തീരേണ്ട എൻ്റെ അനർക്കനും 6 മാസമൊന്നായിരുന്നു ഇരുന്നത്. അത് വീണ്ടും 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ആയി. അതെന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തി. ഞാൻ വന്ന സമയത്ത് 6 മാസത്തെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആവേണ്ടതാണ്. പക്ഷേ അത് ഇനി അടുത്തൊരു ബാച്ച് എന്ന് പറയുമ്പോൾ അടുത്ത ബാച്ച്, ഈ ഒരു ബാച്ച് തീർന്നു കഴിഞ്ഞ് എൻ്റെ തിയറി അവേഴ്സ് പ്രാക്ടിക്കൽ അവേഴ്സും കഴിഞ്ഞ് അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ 1 വർഷം എടുക്കുമല്ലോ. ഞാൻ ഒത്തിരി കിടന്ന് അവിടെ നിന്ന് കരഞ്ഞു. എനിക്ക് സങ്കടം വന്നു. എന്നിട്ട് എന്നോട് അവിടെ ഹോസ്പിറ്റൽ അതോറിറ്റിയൊക്കെ അവർ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് എന്നോട് മാത്രം എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്.
അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. എന്താ പറയുന്നത്, ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഞാൻ ചെല്ലുന്നത് ഏറ്റവും വലിയൊരു നരകത്തിലേക്കാണ്. രണ്ടാമത് ഞാൻ പോയ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ വാർഡിലേക്കായിരുന്നു. ഓർത്തോയും പെയിന്റും വാർഡായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു നരകമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവിടെ തൊട്ട് എൻ്റെ കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് അവിടെ ഒട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൊളീഗ്സ് ആയിരുന്നില്ല. എന്നും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. നമ്മളെ മാത്രം ഒറ്റപ്പെടുത്തുക, നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളെ ഓരോന്ന് പറയുക. എൻ്റെ ക്ഷമയുടെ എന്താ പറയുന്ന നെല്ലിപ്പലൊക്കെ ചവിട്ടി പൊട്ടിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. അത്ര അവസ്ഥയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. എപ്പോഴും വന്നിരുന്ന് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കരയുക, എനിക്ക് സങ്കടം നമുക്ക് ആൾക്കാരോട് ഷെയർ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് പറയുമ്പോൾ അവർ വിചാരിക്കും ഇവിടെ എല്ലാവരും ഇങ്ങനെയാണെന്ന്. പക്ഷെ ഇവിടെ എല്ലാവരും അങ്ങനെയല്ല. ഒരിക്കലും ജർമ്മൻസിൻ്റെ ഭാഗത്തുനിന്നും അല്ല എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായത്. നമ്മളെ പോലെ തന്നെ ഔട്ട്ലാൻഡേഴ്സ് ആയിട്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന കൊളീഗ്സിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും നമുക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. പക്ഷെ നമ്മളെ ഒന്നിനും നമുക്ക് കഴിവില്ലാത്ത ഒരാളായിട്ട് നമ്മളെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലുകളായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായത്. പക്ഷെ ഞാൻ പല പ്രാവശ്യം ഇതിനോടിടയ്ക്ക് കംപ്ലയിൻറ്റ്സ് ഞാൻ ചെയ്തു. പല പ്രാവശ്യം ആൾക്കാർ നമ്മുടെ ഹോസ്പിറ്റലിൽ അൺലൈറ്റർമാരുണ്ടല്ലോ, അവർ നമ്മളെ അതുപോലെ നമ്മളുമായിട്ട് പ്രശ്നമുള്ളവരെയും വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും കംപ്ലയിൻറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ തന്നെ ആയി. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ ആദ്യം റിയാക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല. നമ്മുടെ പുറകെ നടന്നിങ്ങനെ നമ്മളെ ഓരോന്ന് പറഞ്ഞ് നമുക്ക് ഞാനവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു സമയത്തൊന്നും എന്നെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ ഇപ്പം നമ്മൾ ഓൾറെഡി ഫ്ലീഗേ ചെയ്യത്തില്ലേ, പേഷ്യൻറ്റിനെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലും കുളിപ്പിക്കുകയും തുടയ്ക്കുകയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഒരു ബറൈഷൊക്കെ തന്നെയാണ് ഫ്ലീഗ ഉള്ള പേഷ്യൻസിനൊക്കെ ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ള അവരുടെ ആ ഒരു എന്താ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അവരുടെ ഡ്രസ്സ് മാറി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ദേഹം തുടയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ, പാമ്പേഴ്സ് മാറ്റി കൊടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ഇപ്പം നമ്മൾ തന്നെയാണ് ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിന് വേണ്ടി കാപ്പിയൊക്കെ നമ്മൾ മെഷീനിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ടീക്ക് വേണ്ടിയുള്ള വെള്ളവും കാപ്പിയൊക്കെ നമ്മൾ തന്നെയാണ് മെഷീനിലാണ് നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. എടുത്തു വെച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം മെഷീനിൽ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പുട്സ്പ്രവ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുന്നത്. ഇതെല്ലായിടത്തും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷെ അതെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഒരാൾ മാത്രം ഇത് മാത്രം ചെയ്യുക, അല്ലാതെ മെഡിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. എനിക്കാണെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലർ വരുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ കൂടെ ഞാനിത് പഠിക്കാൻ ശ്രമിക്കും. അതൊക്കെ കഴിഞ്ഞൊരു 3-4 മാസമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് മെഡിസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഏരിയയിലോട്ടൊക്കെ നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവർ എന്താ പറയുന്നത്, അവിടെ വേറെ പണിയൊന്നുമില്ല, നീ ഒരു കാര്യം അവിടെ ചെന്ന് ചെയ്തോ, ഇവിടെ വെറുതെ എന്തിനാ നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ പറഞ്ഞു വിടാം. പക്ഷെ അത് കാണാൻ പോലും നമ്മളെ സമ്മതിക്കത്തില്ല, മെഡിസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. എന്നാൽ നമ്മളോടൊപ്പം തന്നെ അവരുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അവരുടെ നാട്ടിൽ നിന്ന് വന്ന നമ്മളെ പോലുള്ള ട്രെയിനീസ് ഉണ്ട്. അവർ കൂടെ നിർത്തി അവരുടെ സ്വന്തം ലാംഗ്വേജിൽ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നും കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം നമുക്ക് വരും. അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുള്ളത്, എന്തിനാ ഈ മലയാളികളെല്ലാം ഇങ്ങനെ ഈ ഓൾഡ് ഏജ് ഹോമിലോട്ട് ഓടി പോകുന്നതെന്ന്. അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുമല്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നമ്മുടെ മലയാളികൾ ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യമെങ്കിലും പറഞ്ഞു തരില്ലേ? എനിക്കറിയില്ല. എല്ലാവരും ഇനിയിപ്പോൾ ചോദിക്കും, മിക്കവരും പറയും മലയാളികൾ ഉണ്ടെങ്കിൽ അതാണ് ഭാരാന്ന് പറയും. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല. മലയാളികളുള്ളതാ ഭാര്യയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചില ആൾക്കാർ അങ്ങനെ പറയും. ഇവൻ അത് ഭാര്യയായാൽ പോലും അത് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമിലല്ലോ, നമുക്കതിന് സമയമെടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ നമ്മുടെ മുന്നിൽ അവരുടെ സ്വന്തം ലാംഗ്വേജിൽ, ജർമ്മൻകാരല്ല പുറത്തുനിന്ന് വന്നവർ, അവരുടെ സ്വന്തം കൊളീഗ്സിന് നമ്മുടെ മുന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളവിടെ വെറുതെ വായി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ പോലും നമുക്ക് പറഞ്ഞു തരില്ല. എന്നിട്ട് അവർ തമ്മിൽ നമ്മളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് അവർ ചിരിക്കുക, കളിയാക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോണം. എന്തൊക്കെ താണ്ടിയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. എന്നിട്ട് ഞാൻ തളർന്നില്ല. പല പ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയോ സങ്കടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിവിടേക്ക് വന്നത് ഒരിക്കലും തിരിച്ചു പോകാനായിട്ടല്ല. ഇതൊക്കെ ഫേസ് ചെയ്താണ് ഇവിടെ ഓരോ ആൾക്കാരും നിൽക്കുന്നത്. ഇവിടെ ഇന്ന് സക്സസ്ഫുള്ളി ഇവിടെ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ജീവിച്ചു പോകുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു കടമ്പയൊക്കെ കടന്നു വന്നവരാണ്. അതുകൊണ്ട് ഇതൊക്കെ മാറും എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ സ്വയം പറഞ്ഞ്
വിശ്വസിപ്പിക്കുമായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു എപ്പോഴും ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ എനിക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ കൂടെ ഞാൻ ട്രാവലിംഗ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്കേപ്പിങ്ങിൻ്റെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈ ഒരു ഡിപ്രഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ സ്വയം എസ്കേപ്പ് ആകാൻ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. അതൊക്കെ ഒരു പരിധി വരെ എൻ്റെ ഈ ഒരു സങ്കടങ്ങളെ എന്താ പറയുന്നത് തരണം ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ 5 മാസത്തോളം അവിടെ ആ ഒരു വാർഡിൽ നിന്നു. കാരണം എൻ്റെ ഡെഫിസിറ്റ് അവേഴ്സ് ഇന്നർ മെഡിസിനിലായിരുന്നു. 5 മാസത്തോളം അവിടെ നിന്ന് ഫൈനലി അവിടുത്തെ ആ ഒരു അബ്ഷൂസ് പോസ്റ്ററും ഗഷ്പ്രാഹ് എന്ന് പറയുന്നത് ഫൈനൽ ഒരു എന്താ പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ആ വാർഡിലെ ഇൻ്റർവ്യൂ. അങ്ങനെ അത് ഞാൻ വാർഡ് ഇൻചാർജിന് എന്നെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരിക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഓരോ പ്രാവശ്യം പ്രശ്നം ഉണ്ടാകുമ്പോഴും പുള്ളിക്കാരി എന്നെ ഒരുപാട് മെൻ്റൽ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അവരെപ്പോഴും അവിടെ ഉണ്ടാവില്ലല്ലോ, എപ്പോഴും അവരവിടെ ഉണ്ടാവില്ല. അപ്പം എന്താ പറയുന്നത് നമുക്കത് ബുദ്ധിമുട്ടാണ്, എപ്പോഴും അവിടെ ഉണ്ടാവില്ല. അപ്പം എന്താണ് ഞാനിപ്പം ഈ ഒരു ഇത് കഴിഞ്ഞ സമയത്ത് അവരെന്നോട് പറഞ്ഞു, പ്രീതി ഇവിടെ ആകുമ്പോൾ ഞാൻ നിനക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ, നീ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, നിന്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകത്തോണ്ട് നീ ഇവിടെ നിൽക്കുന്നതായിരിക്കും, ഇവിടെ നിന്നാൽ നിനക്ക് ഇമ്പ്രൂവ് ആവും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് അവരോട് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എക്സാമിന് നിൽക്കുകയാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിനിപ്പോൾ എന്നെ പാസ്സാക്കിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാരണം ഞാൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ല കേട്ടോ. പിറ്റേ ദിവസം തൊട്ട് അന്ന് തൊട്ട് എനിക്ക് ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എനിക്കിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല, എനിക്കത് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. കാരണം അത്രമാത്രം ഞാൻ അവിടെ വീർത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, 2 കൽപ്പിച്ച് ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഇത് മാക്സിമം ആണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ മെൻ്റലി ഫിസിക്കലി ഭയങ്കര വീക്കാണ്, ഭയങ്കര ഡിപ്രസീവ് ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. എന്നിട്ട് ഞാനിവിടെ നിന്നത് എൻ്റെ ഈ ഒരു അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. എനിക്കിവിടുന്ന് മാറിയേ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് പറ്റില്ല, മാക്സിമം ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പറഞ്ഞു ഞാൻ അവർക്കും അതുപോലെ തന്നെ അൺലൈറ്ററിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, പ്രീതി നിനക്ക് ഒരു കാര്യം ചെയ്യും, നിനക്ക് എങ്ങോട്ടാണ് മാറേണ്ടതെന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു എനിക്ക് വേറെ എവിടെയെങ്കിലും മാറണം, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ആ ഒരു ഇത് കട്ടായി പോകുന്ന എന്താണ് പറയുന്നത് വോയിസ്, സോറി. അപ്പം ഞാൻ പറഞ്ഞു വേറെ എവിടെ മാറിയാലും വേണ്ടിയില്ല, എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അഖില എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കൊളീഗാണ്, ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവൾ ന്യൂറോളജിയിലാണ്, അപ്പോൾ അങ്ങോട്ട് മാറ്റട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും മലയാളി ഉണ്ടല്ലോ, അപ്പോൾ അന്ന് അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റാക്സിയോൺ അല്ലെങ്കിൽ വാർഡ് ചേഞ്ച് ചെയ്ത് ന്യൂറോളജിയിലേക്ക് മാറിയത്. അവിടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ട ടീമാണ് അവിടെ ഉള്ളത്. നല്ല ടീം വർക്കാണ്, നല്ല ഫ്രണ്ട്ലീസ് എന്ന് ഇവിടെ പറയും, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊളീഗ്സാണ്. ഞാൻ പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി കേട്ടോ. അവിടെ അതുവരെ എനിക്ക് 5 മാസം നിന്നിടത്തോളം എനിക്ക് ഉപർഗാബെ അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവില്ല, ഇവരെന്ത് ഈ പറയണമെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞാനിങ്ങനെ മറ്റുള്ള പണികൾ ചെയ്തുകൊണ്ട് നടക്കുക, എനിക്ക് മര്യാദയ്ക്കൊന്നും പഠിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുന്നില്ല, ആരും പറഞ്ഞു തരാനും ഇല്ല, എനിക്ക് പകുതിന്നല്ല ഒന്നും മനസ്സിലാവത്തുമില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അവിടെ 2 അൺലൈറ്റുമാരുണ്ടായിരുന്നു, അവർ 2 പേരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഞാൻ പെട്ടെന്നാണ് അവിടെ വന്ന് പിന്നെ ഇമ്പ്രൂവ് ആയത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഹാൻഡ് ഓവറൊക്കെ കൊടുത്തു തുടങ്ങുന്നത്. അവരെന്നെ നന്നായിട്ടൊരു എന്താ പറയുന്നത് പഠിച്ചിറങ്ങിയ ഉടനെ ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ആ രീതിയിൽ എന്നെ നന്നായി അവർ ട്രീറ്റ് ചെയ്തു. അങ്ങനെയാണ് അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇനി ഇവിടെ തന്നെ നിൽക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് എന്നെ സംബന്ധിച്ച് വർക്ക് ലോഡല്ല എനിക്ക് പ്രശ്നം, കൂടെ വർക്ക് ചെയ്യുന്നവരാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം വർക്ക് ചെയ്യുന്നവർ നല്ല ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പകരം നമ്മളെ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരിതുമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സിറ്റുവേഷൻ പോലും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ന്യൂറോളജിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ അവിടെ വന്നേ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ 3 മാസത്തെ ക്ലാസ്സിലേക്ക് പോയത്. അവിടത്തെ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും വീഡിയോ. വളരെ മാരകമായ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാനപ്പോൾ പല പ്രാവശ്യം ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെ. കാരണം ഞാൻ അവിടെ 5 മാസം നരകത്തിൽ കിടന്നിട്ട് ഞാൻ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് ഒന്ന് വെട്ടം കണ്ടതേ ഉള്ളൂ. വീണ്ടും ആ ഒരു വെട്ടം തല്ലിക്കെടുത്തുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയത്. അവിടെ എനിക്ക് എന്താ പറയുക, ഞാൻ എങ്ങനെ വാർഡിൽ എനിക്ക് എന്ത് ഫീൽ ചെയ്തോ അതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു അവിടെ എനിക്ക് ഫീൽ ചെയ്തത്. അതേ അവസ്ഥ തന്നെയായിരുന്നു, അതേ ഒറ്റപ്പെടലും എന്താ പറയുന്നത് കുറ്റപ്പെടുത്തലും, നമ്മളെ ഒരുമാതിരി നമുക്കൊന്നും അറിയാത്ത, എൻ്റെ കൂടെ പഠിച്ച മിക്ക ആൾക്കാർക്കും അറിയാം ഞാൻ
പഠിക്കാൻ അത്ര മോശമോ അല്ലെങ്കിൽ അത്ര മണ്ടിയൊന്നും അല്ല. അപ്പോൾ എന്താ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ശരിക്കും എന്താ പറയുന്നത്, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഓരോരുത്തരുടെയും ആ ഒരു എന്നെ ചിത്രീകരിച്ച് വെച്ചിരുന്നത്. കാരണം ഞാനൊരു മണ്ടി എന്നുള്ള രീതിയിലാണ് എന്നെ ചിത്രീകരിച്ചിരുന്നത്. എനിക്ക് ഒന്നും പറയാനായിട്ടുള്ള ഒരു അവസരമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിനകത്തെ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കാനായിട്ട്, നമ്മളെ ഡിസ്കറേജ് ചെയ്യാനായിട്ടും ഉള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതെനിക്ക് തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്നെ ഡിസ്കറേജ് ചെയ്യുന്ന പോലെ, ഞാൻ ഭയങ്കരമായ മാനസിക പ്രഷറിനകത്ത്, നമ്മൾ ഈ പ്രഷർ കുക്കറിലൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഓരോ എക്സാമിനും ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അത്രമാത്രം. കാരണം നമ്മൾ എന്ത് വാതുറന്ന് പറഞ്ഞാലും അതിൽ കുറ്റമോ അല്ലെങ്കിൽ തെറ്റ് മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള അങ്ങനെ ഒരാൾ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ തെറ്റ് മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഇമ്പ്രൂവ് ആയി വരിക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിളാണ്. പകരം ഞാൻ പഠിച്ചു വന്ന വഴിയിൽ ഞാൻ ഒരുപാട് മാഡംസിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഗോയിറ്റയിൽ ട്രിവാൻഡ്രത്താണ് ഞാൻ ഓൺലൈനായിട്ട് BTech ഒക്കെ പഠിച്ചത്. അവിടെ ഒരു മാഡം ഉണ്ട്. എന്ത് സപ്പോർട്ടാണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പോലും അവരുടെ ആ ഒരു സപ്പോർട്ടും ആ ഒരു സ്നേഹവും കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും. മേ ബി ഇവർ വിചാരിക്കണം നമ്മളിങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നമ്മളെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് എന്നെ ഡിസ്കറേജ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസായി. ഞാൻ ഫിസിക്കലി മെൻ്റലി ഞാൻ വീക്കായി. ഈ എക്സാമിനിടയ്ക്ക് ഇവൻ തല കറങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ വീഡിയോ വരെ ചെയ്തു. ഇവിടെ ഒരു മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ബാത്റൂമിൽ തല കറങ്ങി വീണിട്ട് ഞാൻ തന്നെ വീണ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തന്നെ എണീറ്റ് പോയി. എനിക്ക് ഓവറായിട്ട് സ്ട്രെസ്സ് വരുമ്പോൾ എനിക്ക് ഈ ഒരു എൻ്റെ BP കുറയുകയും അതുപോലെ എനിക്കിങ്ങനെ തലകറക്കം വരികയും ചെയ്യുന്നത് ഇടയ്ക്കുണ്ടാവാറുണ്ട്. അത് എനിക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ അടുപ്പിച്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ B2 എക്സാം ടൈമിൽ ഒരു പ്രാവശ്യം വീട്ടിൽ വെച്ച് സംഭവിച്ചു. ഈ 2 പ്രാവശ്യം സംഭവിച്ചപ്പോഴും എൻ്റെ മൂക്കിൻ്റെ പാലമാണ് പോയി ഇടിച്ചത്. ആദ്യത്തെ പ്രാവശ്യം ഇടിച്ച് മൂക്കിൽ കൂടെ ചോരയൊക്കെ വന്ന്. ഈ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഞാനിവിടെ വീണപ്പോൾ അന്ന് ചേട്ടൻ ഉണ്ടായിരുന്നു, ഇന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ വീണു. ബോധം വന്നപ്പോൾ തറയിലാന്ന് മനസ്സിലായി, ഞാൻ തന്നെ എണീറ്റ് പോയി. പക്ഷെ നോക്കിയപ്പോൾ ഇവിടെ പാടുണ്ടായിരുന്നു. മൂക്കിൻ്റെ പാലം ഇടിച്ച് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വീണത്. അത് അത്രത്തോളം പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ പരിധി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഉണ്ടായത്. അത്രമാത്രം ഞാൻ വീക്കായി, മെൻ്റലി ഫിസിക്കലി വീക്കായിട്ടാണ്. പക്ഷെ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. എന്നിട്ടും എനിക്ക് എക്സാം വരുന്ന സമയത്ത് ക്ലാസ്സിൽ ഞാൻ എത്ര മണ്ടിയായിട്ടിരുന്നാലും ഓരോ എക്സാം വരുമ്പോഴും ആ സമയത്ത് ഞാൻ എക്സാം ടൈമിൽ ഞാൻ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്ത് അത് പറയാറുണ്ട്. കാരണം എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരല്ല, പുറത്തുനിന്ന് വേറെ ആൾക്കാരാണ്, പുറത്തുനിന്ന് വരുന്നവരാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ അറിയാതെ വഴുതി പോവാണ്. കാരണം എൻ്റെ ലൈഫിൽ ഈ കഴിഞ്ഞു പോയ ഒരു വർഷം ഞാൻ ഒരിക്കലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു വർഷമായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് ഞാൻ ആ ഒരു ഫീലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെൻ്റെ സൗണ്ടിലായാലും നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ നമുക്കിത് പറഞ്ഞു തീർക്കണമല്ലോ. അപ്പോൾ എക്സാമിന് വരുന്ന സമയത്ത് ഇതുപോലെ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ മുന്നിൽ പറയാൻ നമുക്ക് പ്രശ്നമില്ല. ഉണ്ടെങ്കിൽ ഇവർ നമ്മളോടൊന്നും ചോദിക്കാറില്ല. പഠിപ്പിക്കുന്നവർ പുറത്തുനിന്ന് വേറെ ആൾക്കാരാണ് ചോദിക്കുന്നത്. സോറി. അപ്പോൾ അങ്ങനെ എല്ലാ എക്സാമിനും തന്നെ ഞാൻ നന്നായിട്ട് തന്നെ എക്സാം അപ്പിയർ ചെയ്തു. എക്സാമിന് നന്നായിട്ട് പറയും, അതിന് നമുക്ക് കുറ്റമാണ്. നമ്മൾ എക്സാമിന് നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് ഇതുപോലെ പ്രസൻറ്റേഷനോ കാര്യങ്ങളോ തരുന്ന സമയത്ത് നമ്മൾ ഇവൻ പറഞ്ഞാലും നമുക്ക് കുറ്റമാണ്. ഉടനെ പറയുന്ന കാണാപ്പാഠം പഠിച്ചു വെച്ച് പറയുവാണ്. ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, നീ നിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പറയണം. ഉള്ളിൽ നിന്ന് എടുത്തിട്ട് എവിടെ നിന്ന് എടുത്തിട്ട് പറയാനായിട്ട്? ഉള്ളിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാതെ ഉള്ളിനകത്തോട്ട് കയറത്തില്ലല്ലോ. പഠിച്ചാലല്ലേ ഉള്ളിലോട്ട് കയറുള്ളൂ. പഠിച്ചാലേ കയറുള്ളൂ. അല്ലാതെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പറയാനായിട്ട് എനിക്കറിയത്തില്ല. സ്വന്തം വാക്കിൽ പറയണം. ഇതൊക്കെയായിരുന്നു എനിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ. സ്വന്തം വാക്കിൽ പറയുന്നില്ല, ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പറയണം, അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചു വെച്ച് പറയുക, ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയായിരുന്നു പ്രശ്നം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആൻസർ പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലേലും കുറ്റം, മിണ്ടാതിരുന്നാലും കുറ്റം. അവസാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ്സിലേക്ക് പോകണമെന്ന് തന്നെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്കറിയാം, ഞാനിത് തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് ചിലപ്പോൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിലൊരു പേടി ക്രിയേറ്റ് ചെയ്യും എന്നല്ല എനിക്കറിയാം. പക്ഷെ നമ്മളിവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും തരണം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങളും ഇതിനകത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രം നിങ്ങൾ കേട്ടു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിലെ നെഗറ്റീവ് എല്ലാം കൂടെ വലിച്ചേറ്റി വെക്കണ്ട.
നിങ്ങൾ ജസ്റ്റ് എന്ത് വന്നാലും ഈ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും ഇന്ന് സക്സസ്സിലേക്ക് എത്തിയത് എന്നുള്ള റിയാലിറ്റി മാത്രമേ നിങ്ങൾ ഉൾക്കൊള്ളാവുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിലെ ഒരു വിഷമം, അത് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം നിങ്ങളോട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. ശരിക്കും ഞാൻ ക്ലാസ്സിൽ ഒറ്റപ്പെടലായിരുന്നു. കാരണം എന്നോട് ഇങ്ങനെ എപ്പോഴും എന്നെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയും എന്നെ ഒരു മണ്ടിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ എന്നോട് ആരും കൂട്ടുകൂടത്തില്ല. ഞാൻ ശരിക്കും ക്ലാസ്സിലൊരു എന്താ പറയണേ, വേസ്റ്റ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ എക്സാമിന് വരുമ്പോൾ ഞാൻ നന്നായി പെർഫോം ചെയ്യും, എക്സാം ഞാൻ പാസ്സാവും. പക്ഷെ ക്ലാസ്സിൽ ഞാൻ ഓക്കെ, എന്നെ അങ്ങനെ ആക്കി. അത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ഇതുവരെ ഞാൻ പഠിച്ചു വന്ന ഓരോ ക്ലാസ്സിലും എനിക്കായിട്ടൊരു സ്പേസ് എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മേഡംസ് ഉണ്ടായിരിക്കും. എനിക്കായിട്ടുള്ള എന്നെ ആരും ഇതുവരെ അങ്ങനെ ഒരു മണ്ടിയായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നീ എന്തിനാ പേഴ്സണലി എടുക്കണം, നിനക്കത് ഇവിടെ കൂടെ വിട്ടാൽ പോരെയെന്ന്. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ കൂടെ സിമ്പിളായിട്ട് വിടുമോ? ഒരിക്കലും ഇല്ല. ആ ഒരു അവസ്ഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇനി അതെൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാനത് ഉൾക്കൊള്ളുന്നു. എനിക്കങ്ങനെ എൻ്റെ മനസ്സിനെ ഹേർട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര ഈസി ആയിട്ട് ഇവിടെ കൂടെ വിടാനൊന്നും പറ്റത്തില്ല. അതിന്നും എന്നും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ചിലപ്പോൾ പോകെ കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയുമായിരിക്കും. പക്ഷെ അതൊരിക്കലും ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ വീണ്ടും ആ ഒരു ഫീലിലേക്ക് എത്തും കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനൊക്കെ മാറി കടന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു എക്സാം, ഒരു മുൻലീഷ പ്രൂഫും അല്ലെങ്കിൽ ഒരു വൈവേ ടെസ്റ്റ് ഉള്ളെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പല വൈവേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ വാർഡിലെ അവേഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ ഒരു വൈവേ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വർഷം ആംബുലൻ്റ് ഫ്രീ ഗൈഡ് ഇൻസ്റ്റ് ചെയ്ത സമയത്ത് ഒരു മാസം ആംബുലൻ്റ് ഫ്രീ ഗൈഡ് ഇൻസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് പോലെ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വൈവേ ടെസ്റ്റ് ഉണ്ടായിരുന്നു. തിയറി അവേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഓരോ മാസവും 4 വൈവേ ടെസ്റ്റ് ഞങ്ങൾക്ക് നടത്തി. 4 മാസം ഓരോ വൈവേ ടെസ്റ്റ് വെച്ചിട്ട് നല്ല ടഫ് എന്ന് പറഞ്ഞാൽ നല്ല ടഫായിരുന്നു ആ എക്സാം. ഒട്ടും ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഈസിയായി, എല്ലാം എളുപ്പമായി എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല. ഇവിടെ വന്നാലും നിങ്ങൾ നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ സ്ട്രഗിൾ ചെയ്താലും ഫൈനലി നമ്മൾ ആ ഒരു സക്സസ്സിലേക്ക് എത്തും. നിങ്ങൾ തളരരുത്. എന്താ പറയുന്നത്, നിങ്ങൾക്കും പറ്റും. ഇന്ന് ഞാൻ ഇത്രയും സിറ്റുവേഷൻ, ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ കാര്യമൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാം ഒന്നും നമ്മൾ ഓർക്കില്ലല്ലോ. പക്ഷെ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിയില്ല. അത് മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അത്ര മാത്രമായിട്ട് നിങ്ങൾ എടുത്തേച്ചാൽ മതി. അല്ല ഇതെല്ലാം കൂടെ തലയിലോട്ട് വലിച്ചേറ്റിയോ ദൈവമേ ഇങ്ങനെ വരുമോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ ഓരോരുത്തരുടെ തലവരെയാണ്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ഒരു പാവവും ചെയ്തിട്ടില്ല. ആർക്കും ഇന്നവരെ ഒരു ഉപദ്രവവും ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു സാഹചര്യം വന്നെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മേ ബി മുൻജന്മ ഭാവ എന്ന് നമുക്ക് വിശ്വസിക്കാം. എനിക്ക് അതൊക്കെ തീർന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ചില ആൾക്കാർക്ക് ഇവിടെ വന്നിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കൺമുന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളികൾ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ഇതിൽ കൊണ്ടു നടക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ തലവര, അവരുടെ യോഗം. നമുക്ക് ഉള്ളത് നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം തരണം ചെയ്ത് ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുത്തു. അപ്പോൾ ഇനിയും ലക്ഷ്യം നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഫാമിലീനെ ഇവിടെ കൊണ്ടുവരിക, നമ്മൾ ഒന്നിച്ചിവിടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ഇനി അടുത്ത എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്കുള്ള എന്താ പറയുന്നത് പാതയിലാണ് ഞാൻ. അപ്പോൾ അതും താമസിയാതെ തന്നെ എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു വർഷത്തെ കഷ്ടപ്പാട്. ഇതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് മൊമെൻറ്റ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും അധികം ഇല്ല. പിന്നെ നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്, അതുപോലെ അതൊക്കെ തന്നെ ഉള്ളൂ എനിക്ക്. അല്ലാതെ ഹാപ്പിനെസ് മൂമെൻ്റ് ആയിട്ട് ഇതിനോടിടയ്ക്ക് ഞാൻ 20 ദിവസം ചേട്ടായിനെ കാണാൻ പോയി. അത് മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷത്തെ എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. അതിനപ്പുറത്തേക്ക് അവരില്ലാതെ എനിക്കൊരു ഹാപ്പിനെസ്സും ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഈ കാണുന്ന നമ്മൾ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോസോ കാണുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് ഇവരെല്ലാം ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണെന്ന്. അത് നമ്മൾ ചിലപ്പോൾ എപ്പോഴേലും ഇച്ചിരി ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെൻറ്റിൽ എടുക്കുന്ന ഒരു ഫോട്ടോ മാത്രമായിരിക്കും. അതിന് പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്.
ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു ലൈഫ് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു കഷ്ടകാലം പിടിച്ച ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഒരു ചേഞ്ചസ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഏതൊരു സ്ട്രഗിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും എനിക്കത് തരണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഒരു നമുക്കൊരു ഭയങ്കര ശക്തി കിട്ടിയ പോലെ നമുക്ക് തോന്നും. എല്ലാത്തിനെയും കൂളായിട്ട് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഒറ്റപ്പെടൽ പോലും ഒരു പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഞാൻ ആ ഒരു ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ആയി. ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താലേ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി പോകാനോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ആരുമില്ല, ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടി. ഇപ്പം അത് മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഇപ്പം നമുക്കൊരു എക്സാമിനേറ്റ് ആയപ്പോൾ തൊട്ട് നമുക്ക് അതിന് തൊട്ട് മുന്നേ എക്സാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തൊട്ടൊരു ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന എല്ലാ പരിഗണനകളും റെസ്പെക്റ്റും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്, എല്ലാ അംഗീകാരവും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ ആരും ഭരിക്കാൻ വരുന്നില്ല, നമ്മൾ ആരെയും ഭരിക്കാൻ പോകുന്നില്ല, ആരും ചീത്ത പറയാനോ നമ്മുടെ പുറകെ നടന്നിങ്ങനെ ഇത് ചെയ്യുന്നത് ശരിയാണോ നോക്കാനോ ഒന്നും വരുന്നില്ല. നമ്മുടെ പോകുന്നു, നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത് കറക്റ്റായിട്ട് ചെയ്യുക, നമ്മൾ തിരിച്ചു വരിക, ഇതിനോടിടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. കാരണം ഇപ്പോൾ നമ്മുടെ ഓർക്കുണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് വീടിനും അതുപോലെ വീട് സെറ്റ് ചെയ്യാനും വീട് കണ്ടുപിടിക്കാനും ഒക്കെ പരക്കം പായുന്ന കൊളീഗ്സിനെ എനിക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തു. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും സ്ട്രഗിളിനിടയ്ക്ക് നിന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് വീട് കണ്ടുപിടിച്ച് വീട് സ്വന്തമായിട്ട് റിനോവേറ്റ് ചെയ്ത് അതിനകത്തോട്ടുള്ള എല്ലാ സാധനങ്ങളും സർവ്വ സാധനങ്ങളും ഞാൻ അടുപ്പിച്ചിന് കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തു. ഇപ്പം എന്നെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആയി. ഇനിയിപ്പോൾ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഉള്ളൂ, അത് ഫാമിലിയുടേതായിട്ടുള്ള പേപ്പർ വർക്കുകളും റെസിഡൻറ്റ് പെർമിറ്റിനുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് ഞാൻ, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തോടെയാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ബാധ്യത പോലെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്, പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എൻ്റെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായി, അതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പം എന്നെപ്പോലെ ഇപ്പം നിങ്ങൾ പലരും എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും ഈ ഒരു ഞാൻ ഫേസ് ചെയ്ത സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നവരാണ്, എനിക്കറിയാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത്, തളരരുത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സക്സസ്ഫുൾ ആകുന്ന ഒരു ദിവസം ഉണ്ട്, അത് വരുന്ന വരെ നിങ്ങൾ അവിടെ ഉണ്ടാവണം. ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്, ഓ എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ. ഇത് മാറും, ഇത് ഓരോ ദിവസം ചെല്ലുന്നതോറും ആ സിറ്റുവേഷനിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾ വിചാരിക്കുക അതൊന്നും കോൺസ്റ്റൻ്റ് അല്ല, ഇതെല്ലാം മാറും. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിത്. ആ വഴിയിലുള്ള സ്ട്രഗിളുകളൊക്കെ നിങ്ങൾ ആ രീതിയിൽ കണ്ടുവച്ചാൽ മതി, മനസ്സ് തളരരുത്. നിങ്ങളെ കൊണ്ടല്ല ഇന്ന് ഞാനിരിക്കുന്ന ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്ന് എൻ്റെ ഒരുപാട് പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.